ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 300ാമത്തെ വീടിന്റെ പണിപ്പുരയിലാണ് പത്തനംതിട്ട സ്വദേശി ഡോക്ടർ MS സുനിൽ ടീച്ചർ. ആയുസ്സും ആരോഗ്യവും ഉള്ള കാലത്തോളം തന്റെ ദൗത്യം തുടരാനാണ് സുനിൽ ടീച്ചറുടെ തീരുമാനം. സ്ത്രീകളുടെ നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരിശക്തി പുരസ്കാരം ടീച്ചറെ തേടിയെത്തിയിരുന്നു. പത്തനംതിട്ട സ്വദേശിനി ഡോക്ടർ MS സുനിൽ ടീച്ചർക്ക് വിശ്രമിക്കാനേ സമയമില്ല. വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ് ഈ സാമൂഹ്യ പ്രവർത്തക. പത്തനംതിട്ട ആനന്ദപ്പള്ളിയിലാണ് ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന തന്റെ 300ാമത്തെ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കേവലം 7.5 ലക്ഷം രൂപ ചെലവിലാണ് ഇരുനില വീട് നിർമ്മിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന വീടിന് സമീപം ഒരു കൂര കാണാം. ഈ കൂരയിൽ കഴിയുന്ന മുത്തശ്ശിക്കും കൊച്ചുമകൾക്കുമായാണ് വീട് നിർമ്മിക്കുന്നത്. ഈ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഈ അമ്മച്ചി നിൽക്കുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ചെറിയ തുക കൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തത്. അപ്പൊ നമുക്കൊരു 900 സ്ക്വയർ ഫീറ്റോളം വലിപ്പം ഈ വീടിനുണ്ട്. 7.5 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് നമുക്ക് ചെലവായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടെ വരുമ്പോൾ. തനിക്ക് ഒറ്റയ്ക്ക് 300ഓളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയില്ല. അത്രയ്ക്ക് സമ്പന്നയല്ല താൻ. സമൂഹത്തിൽ അശരണരെ സഹായിക്കാൻ തയ്യാറുള്ള പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒട്ടനവധി നല്ല മനുഷ്യരുണ്ട്. അവരുടെ സംഭാവനയാണ് വീടുകളെന്നും തന്റെ ഉദ്യമത്തിന് നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നും MS സുനിൽ ടീച്ചർ പറയുന്നു. ഓരോ വീടും ഒരു വ്യക്തി സ്പോൺസർ ചെയ്യുന്നതാണ്. ആ ആളിന്റെ പേരിൽ പണിയുന്നു. അവരെ കൊണ്ട് തന്നെ താക്കോൽ കൊടുപ്പിക്കുന്നു. ഈ 2 സ്ത്രീകൾക്ക് ജോബ് എന്ന് പറയുന്ന ആളിന്റെ സഹായത്താലാണ് 300ാമത്തെ വീട് നമ്മൾ കൊടുക്കുന്നത്. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ അധ്യാപികയായിരുന്നു ഡോക്ടർ MS സുനിൽ ടീച്ചർ. സ്വന്തം ക്ലാസ്സിലെ പെൺകുട്ടിയുടെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഒരിക്കൽ പോയതാണ് സുനിൽ ടീച്ചറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകി ഈ വനിതാ ദിനത്തിൽ ലോകത്തിന് മഹത്തായ ഒരു സന്ദേശം നൽകുകയാണ് ഡോക്ടർ MS സുനിൽ ടീച്ചർ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.